മെയ് 5-ന് ഷെലൂസിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ടൗണിൽ പോയി ഷെലൂസിന് ഒരു ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് കേട്ടോ. പക്ഷേ അതൊന്നും നടന്നില്ല. കാരണം ഷെലൂസിൻ്റെ ഡ്രസ്സ് ഒരു ഷോപ്പിൽ മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ നിന്നൊന്നും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പുതിയ ഡ്രസ്സ് ഇടാത്തൊരു ബർത്ത്ഡേ ആണ് കേട്ടോ ഷെലൂസിൻ്റെത് ഇത്. ഷെലൂസിൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് നമുക്കൊരു റിസോർട്ട് ട്രിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പൻ്റെ ഫാമിലിയിൽ നിന്നായിരുന്നു എല്ലാവരും കൂടെ ട്രിപ്പ് പോകുമായിരുന്നു. ഇവിടെ അടുത്തുള്ള റിസോർട്ടിലേക്ക് തന്നെയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ഫറൂഖ് റിവേറിയ എന്ന് പറയുന്ന റിസോർട്ടിലേക്കാണ് കേട്ടോ. എന്നാലും എൻ്റെ മൂക്ക് ഇവിടെ ഉള്ളതിൽ വെച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ റിസോർട്ടിലേക്ക് പോകാൻ വേണ്ടി സെറ്റായിരിക്കുകയാണ്. പിന്നെ റിസോർട്ടിലേക്ക് പപ്പ വരും, അവൾക്ക് പുതിയ ഡ്രസ്സും കേക്കും ഒക്കെ കൊണ്ടുവരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവൾ സന്തോഷത്തോടു കൂടി വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്കിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും പോകാനുള്ള തത്രപ്പാടിലാണ്. എല്ലാവരും അവിടെ എത്തി എന്നാണ് പറഞ്ഞത്. നമ്മൾ നേരെ വയ്യമാർസിലേക്ക് വന്ന് അപ്പോൾ അവിടെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിരിക്കുകയാണ്. ഡ്രസ്സിങ് ഞാൻ വെച്ച് ബാക്കി എല്ലാവരും കാറിൽ കയറി പോയിട്ടോ. ഞാനും ഡ്രസ്സിങ് കൂടെ 2 വീലറിലാണ് പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് കുട്ടികൾക്കുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി. അതിനുശേഷം വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ. സത്യത്തിൽ പോകാൻ കുറച്ച് ഇടങ്ങാറ് പിടിച്ച വഴിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവിടെ എത്തിപ്പെട്ടപ്പോൾ മാഷാഅല്ലാ അടിപൊളി റിസോർട്ട് കേട്ടോ. നമ്മളെ മുത്താറാക്കൻ്റെ വ്ളോഗില്ലേ, അതാണ് കേട്ടോ ഈ കാണിച്ച റിസോർട്ട്. എന്തായാലും റിവേറിയ ഫറൂഖിലുള്ള ഈ റിസോർട്ടിലേക്ക് വരുന്ന ആരും ഡിസപ്പോയിൻറ്റഡ് ആയി പോകുമെന്ന് തോന്നുന്നില്ല. കാരണം നല്ലൊരു വൈബ് മാഷാഅല്ലാ. ഈ റിവറിൻ്റെ അടുത്തുള്ള ഈ ഒരു റിസോർട്ടിൻ്റെ ലുക്ക് തന്നെ വേറെ ലെവലാണ് കേട്ടോ. കുറഞ്ഞ സ്ഥലത്ത് എത്രത്തോളം അടിപൊളിയാക്കി വൈബാക്കി ഒരു റിസോർട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കേട്ടോ ഇത്. കൊടുത്ത പൈസക്ക് മുതലായി എന്ന് എല്ലാവരും പറയുന്നത് കേട്ടോ. ഒരു ഫാമിലി മൊത്തത്തിൽ വരുമ്പോൾ ആർക്കെങ്കിലും ഒരു നെഗറ്റീവെങ്കിലും പറയാനുണ്ടാവും. ഒന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ആരും ഒന്നും പറഞ്ഞില്ല. മാഷാഅല്ലാ എല്ലാവർക്കും നല്ല റാഹത്തായി എന്നേ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും പൂളും പ്ലേ ഗ്രൗണ്ടും വൈബാക്കാനുള്ള സംഭവങ്ങളും കുട്ടികൾക്കുള്ളതും എല്ലാം ഉണ്ട്. വരുന്നവർക്ക് നല്ല ധൈര്യമായിട്ട് വരാം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തുടർന്നുള്ള വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണേ.